നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അക്ബർ സാഹിബിന്റെ പഴയ ഒരു ജിഹാദ് ക്ലാസ് പുതിയ കുപ്പിയിലാക്കി പുതിയ തമ്മനയിലൊക്കെ ഇട്ട് ന്യായീകരണം അല്ലെങ്കിൽ പുട്ടിയടി ശ്രമം കഴിഞ്ഞപ്പോൾ അവർ കാണിക്കുന്ന കാപട്യങ്ങൾ അവർ ഒരേ സമയത്ത് 2-3 തരത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓരോരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഓരോരോ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് പറയാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർ ഈ ന്യായീകരണ വേദികളിൽ കയറിയിരുന്ന് ഇതുപോലെയുള്ള സമാധാന വിതരണമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം മതം എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം മത വിമർശകർ ഉന്നയിക്കാറുള്ള ഇസ്ലാമിൻ്റെ ജിഹാദിനോടുള്ള ആ ഒരു ജിഹാദിലേക്കുള്ള പ്രേരണകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാം അല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ, വിശ്വാസങ്ങൾ, ഇസ്ലാമികേതരമായിട്ടുള്ള ധാർമ്മിക പദ്ധതികൾ അല്ലെങ്കിൽ ഭരണവ്യവസ്ഥിതികൾ, ഇതിനോടൊക്കെ ഉള്ള ഇസ്ലാമിൻ്റെ വെറുപ്പ്, ഇതിനോടൊന്നും സമരസപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനം ലോകത്ത് മുഴുവൻ ഇസ്ലാം വ്യാപിപ്പിക്കുന്നത് വരെ. കാരണം ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമി അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി തന്നതാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഏറ്റവും വലിയ തിന്മയായിട്ട് പരിഗണിക്കപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നതോ അള്ളാഹുവിനെ അംഗീകരിക്കാത്തതോ ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തെയും ഒരു വ്യവസ്ഥിതിയെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പൊതുവായ നിലപാട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ നിലപാട് അതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമികമായ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക, അതിനുവേണ്ടി ജിഹാദിൽ ഏർപ്പെടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ പലപ്പോഴും ഇസ്ലാം ഇങ്ങനെ നേർത്തു വരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ അതിനെ നേർപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നതുകൊണ്ട് അവരൊന്നും ഇതിനിറങ്ങി പുറപ്പെടാത്തത് കൊണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയാറില്ല. ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ച അതേ ആഴത്തിൽ നമ്മൾ പലപ്പോഴും പറയാറില്ല. കാരണം അതിന് മറ്റു പല സാഹചര്യങ്ങൾ കൂടിയൊക്കെ നമ്മൾ പരിഗണിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കാതെ നമ്മൾ മൗനം പാലിക്കുമ്പോൾ, നമ്മൾ മയപ്പെടുത്തുമ്പോൾ അതൊരവസരമായി കണ്ടുകൊണ്ട് ആവശ്യം പോലെ ദുർവ്യാഖ്യാനം ചെയ്ത് അക്ബർ സാഹിബ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ എന്തോ സ്നേഹചുംബനം എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് കിതാബിൽ എഴുതി വെച്ചതും ഇവന്മാരി പറഞ്ഞുകൊണ്ട് നടക്കുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത നമ്മളിൽ വന്നു ചേരാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവർ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന സംഭവങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മളിപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ പോലും കാരണം അതാണ്. അവർ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളോടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ പരിശോധിച്ച എം അക്ബറിൻ്റെ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിച്ചിരുന്നു. അതങ്ങനെയല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിരുന്നു. അതല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അത് കേവലം ഒരു മതവിമർശകൻ ആയിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ മതം വിട്ട ഒരാളുടെ കേവലമായിട്ടുള്ള വാദം മാത്രമായിട്ട് ചില ആളുകൾക്ക്, വിശ്വാസികൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും ലഭ്യമായിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ആ പുസ്തകം, ദഅവത്തും ജിഹാദും എന്ന് പറയുന്ന ഈ പുസ്തകം. അബ്ദുൽ അലീം ഇസ്ലാഹി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയതാണ്. അദ്ദേഹം അത്ര നിസ്സാരക്കാരനോ ചില്ലറക്കാരനോ അല്ല. അദ്ദേഹം ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ വിവർത്തനം നടത്തിയ ആള്, വിവർത്തനക്കുറിപ്പ് എഴുതിയതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അക്ബർ സാഹിബോ അതല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം മത പ്രബോധന രംഗത്തുള്ള ഇസ്ലാം മത പ്രചാരകരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന മയപ്പെടുത്തിയതോ നേർപ്പിച്ചതോ അതല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പുതിയ ആശയമോ കഠിനമായ പരിശ്രമം എന്ന കേവലമായ ഒരു ലളിതമായ ഒരു സംഭവമായിട്ടല്ല ഇസ്ലാം ജിഹാദിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാം ജിഹാദ് അള്ളാഹു ജിഹാദ് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആധുനിക ലോകക്രമത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ബഹുമത സമൂഹങ്ങളുടെ ഭാഗമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മതേതരമായി ജീവിക്കുന്ന മനുഷ്യരെ, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദഅവപ്രവർത്തനം നടത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ തരത്തിൽ ജനാധിപത്യ സമൂഹങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദഅവപ്രവർത്തനം നടത്തുന്ന ആളുകൾ, ഈ ജനാധിപത്യമൊക്കെ ഞങ്ങൾക്ക് ഇസ്ലാമിന് ചേർന്നതാണ്, ഇസ്ലാം അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് മതേതര സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഇവിടെയുള്ള ജാഹിലിയത്തിന് എതിരെ സംസാരിക്കാനോ പ്രസംഗിക്കാനോ തയ്യാറാവാതെ അതിനോടൊക്കെ സ്നേഹവും ബഹുമാനവും കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ കുറിച്ചും ജിഹാദിനെ ഈ തരത്തിലുള്ള ലളിതമായ അർത്ഥം നൽകി അതിനെ ദുർബലപ്പെടുത്തുന്ന, അത്തരം ജിഹാദിന്റെ ആശയങ്ങളെ ദുർബലപ്പെടുത്തുന്നവരെ കുറിച്ചുമൊക്കെ ഈ പുസ്തകം പരാമർശിച്ചു പോകുന്നുണ്ട്.
ജിഹാദ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആവശ്യമില്ല, അത് ഭരണാധികാരി ചെയ്യേണ്ടതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളെയൊക്കെയും ഇത് ഖണ്ഡിക്കുന്നുണ്ട് ഈ പുസ്തകം നന്മ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ കഥകൾ അല്ലെങ്കിൽ ഈ നന്മ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നതും ഇതിൽ നമ്മളിപ്പോൾ പേര് പറഞ്ഞ ഇതിന്റെ ലേഖകനെ കുറിച്ച് പറയുന്നതും ഒക്കെ പലപ്പോഴും ഇവിടുത്തെ സുന്നികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അതിലുണ്ടാകും. പക്ഷേ ഇത് ഒരു വഹാബിയത്തിന്റെ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ച തൗഹീദിന്റെ പ്രചാരണം ഏറ്റെടുത്തിട്ടുള്ള ലോകത്തിന്റെ പല വിഭാഗത്തുള്ള ആളുകൾ ഖുർആനിനെയും മുഹമ്മദിന്റെ മാതൃകകളെയും വിശദീകരിച്ചുകൊണ്ട് അതിനെ ആധാരമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ മലയാളം പരിഭാഷയാണ്. ആദ്യം നമുക്ക് ആ വിവർത്തനക്കുറിപ്പ് ഒന്ന് വായിക്കാം. വിവർത്തനക്കുറിപ്പ്: അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ക്ഷണം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഒട്ടും വളച്ചുകെട്ടില്ലാതെ അള്ളാഹുവിനുള്ള സമ്പൂർണമായ അടിമത്തത്തിലേക്ക് പ്രബോധകൻ ജനങ്ങളെ ക്ഷണിക്കുകയും ജാഹിലിയത്തിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. മനുഷ്യൻ അവന്റെ എല്ലാ മേഖലയിലും ഇസ്ലാമികമായി പരിവർത്തിപ്പിക്കപ്പെടണം. അതാണ് ദഅവത്തിന്റെ ശരിയായ വിവക്ഷ. അപ്പൊ ഇവിടെ കേവലമായിട്ടുള്ള അക്ബർ സാഹിബ് പറയുന്ന മാതിരി പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കൽ മാത്രവും നിങ്ങൾ ഇതിലേക്ക് കടന്നു വരണം എന്ന് കേവലമായിട്ടുള്ള അഭ്യർത്ഥനയും മാത്രമല്ല, ദഅവത്ത് എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു പരിപാടിയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ സമ്പൂർണമായ അടിമത്തത്തിലേക്ക് പ്രബോധകർ ജനങ്ങളെ ക്ഷണിക്കുകയും ജാഹിലിയത്തിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ അവന്റെ എല്ലാ മേഖലയിലും ഇസ്ലാമികമായി പരിവർത്തിപ്പിക്കപ്പെടണം. അതാണ് ദഅവത്തിന്റെ ശരിയായ വിവക്ഷ എന്ന് പറയുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയി ശ്രദ്ധിച്ച് കേൾക്കണേ. വിവർത്തനക്കുറിപ്പിൽ തന്നെ സംഗതികളെല്ലാം അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി വിശ്വാസവും ആദർശപരവുമായ പിൻബലത്തോടെ ജാഹിലിയത്തിന്റെ ദുസ്വാധീനങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതിൻ്റെ വാഹകരുടെ കൈക്ക് പിടിച്ചു നിർത്താനും അസത്യം തീർക്കുന്ന പ്രതിസന്ധികളെ തട്ടിമാറ്റാനും ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജിഹാദ്. ചുരുക്കത്തിൽ ദഅവത്തിന്റെ പൂർണ്ണതയാണ് ജിഹാദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന രീതികളാണ് ഇതിനൊക്കെയും മാതൃക. അപ്പൊ കേവലമായിട്ടുള്ള ഇങ്ങനെ പ്രബോധനം എന്ന് പറയുമ്പോൾ കേവലമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക എന്നതല്ല. ഇസ്ലാമികേതരമായ സകലത്തിനെയും ജാഹിലിയത്ത് എന്നത് എന്താണ് ഇന്ന് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതല്ലാത്തതെല്ലാം ജാഹിലിയത്തിൽ പെടും. അതിൽ കേവലമായിട്ടുള്ള ഇപ്പം ഇവരുടെ വിവക്ഷ അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഈ ഖബറിൽ സിയാറത്ത് ചെയ്യലും നേർച്ചയും വഴിപാടും നടത്തുകയും ഏറ്റവും പ്രധാനമായിട്ട് ഈ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാർ വരെ ജാഹിലിയത്തിന്റെ വക്താക്കളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പം അതൊന്നുമില്ലാത്ത വളരെ പ്യുവറായിട്ടുള്ള മുഹമ്മദ് നബി എങ്ങനെയാണോ ജീവിച്ചത്, മുഹമ്മദ് നബി എങ്ങനെയാണോ കാണിച്ചു തന്നത്, എന്താണോ മുഹമ്മദ് നബി പഠിപ്പിച്ചത്, അത് അതുപോലെ പ്രാവർത്തികമാക്കാൻ പരിശ്രമം ചെയ്യുക എന്നത്, അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെടുക എന്നത്, അതാണ് ജിഹാദ്. അതല്ലാതെ സ്വന്തത്തോട് ചെയ്യുന്ന ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമല്ല ജിഹാദ് എന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇനി ഇസ്ലാമിക അടുത്ത അതിൻ്റെ ഒരു ഭാഗത്ത് വീണ്ടും പറയുന്നത് നോക്കൂ. ഇസ്ലാമിക സംജ്ഞകളിൽ ഏറ്റവും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ദഅവത്തിന്റെയും ജിഹാദിന്റെയും ശരിയായ അർത്ഥതലങ്ങൾ വിശദമാക്കുന്ന ഈ കൃതി ഇസ്ലാമിന്റെ മൗലികതയിലൂന്നിയ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ മൗലാന അബ്ദുൽ അലീം ഇസ്ലാഹിയാണ് ഗ്രന്ഥകാരൻ. ഹൈദരാബാദിലെ ജാമിയത്തുൽ ബനാത്തിലെ റെക്ടറും മദ്രസത്തുൽ മൗലാന മൗദൂദിയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഞങ്ങളാളല്ല, ഇത് മൗദൂദിയാണ് എന്ന് പറഞ്ഞാൽ മൗദൂദിയിലൂടെ നമ്മൾ വേര് തേടിപ്പോയാൽ എത്തുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയത്തെ പിൻപറ്റുന്നവർ പറയുന്നത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു പുതിയ തൗഹീദും ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. അവർ കൊണ്ടുവന്നത് മുഹമ്മദ് നബിയുടെ തൗഹീദ് പുനഃസ്ഥാപിക്കാനുള്ള തീവ്രമായ പരിശ്രമം അഥവാ ജിഹാദ് തന്നെയായിരുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകത്തെ അല്ലെങ്കിൽ ഗ്രന്ഥകാരനെയോ തള്ളിയിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും, നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേവലമായിട്ട് ഇതൊന്നും വിശ്വാസികൾക്കിടയിൽ ഇല്ലാത്ത സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ ഇസ്ലാമിനോടുള്ള വിരോധം കാരണം പറഞ്ഞുണ്ടാക്കുന്ന നുണകളാണ് എന്ന് പറയുന്ന പല കമന്റുകളും നമ്മൾ കണ്ടതുകൊണ്ടാണ് പുസ്തകം തന്നെ വായിക്കാം എന്ന് തീരുമാനിച്ചത്. ഇനി ഇവിടെ ഒരു ചെറിയ ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മൗലാന ഇസ്ലാഹി സാഹിബിന്റെ ജാഹിലിയത്ത് കെ ഖിലാഫ് ജംഗ് എന്ന ഉറുദു കൃതിയുടെ വിവർത്തനമാണ് ദഅവത്തും ജിഹാദും. ജാഹിലിയത്തിനെതിരിലുള്ള പോരാട്ടം എന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പരിഭാഷ. വായനക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ദഅവത്തും ജിഹാദും എന്ന ശീർഷകം നൽകിയത്. ഉള്ളടക്കത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്നത് തന്നെയാണ് ഈ തലക്കെട്ട്.
അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ പുസ്തകത്തിൻ്റെ നേർക്കുനേർ പരിഭാഷ വന്നു കഴിഞ്ഞാൽ ജാഹിലിയത്തിനെതിരെയുള്ള പോരാട്ടം എന്നതാണ്. ഇനി ഇവിടെ ജാഹിലിയത്ത് എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗത്ത്. അവിടെ കൃത്യമായിട്ട് മുഹമ്മദ് നബി ജീവിച്ച കാലഘട്ടത്തിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന, അള്ളാഹു എന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന, അതിൽ വേറെ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ട്, എങ്കിലും ഇവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഇവർ പറയുന്നത് ദൈവവിശ്വാസികളായിരുന്ന സമൂഹങ്ങളിൽ പോലും ജാഹിലിയത്ത് നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം എന്ന സങ്കല്പത്തിന് വിരുദ്ധമായ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ, അള്ളാഹു അല്ലാത്ത ചില ദൈവങ്ങളെ, ചില ദേവതാ സങ്കല്പങ്ങളെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. അള്ളാഹുവിന് സമ്പൂർണമായ കീഴടങ്ങൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ജാഹിലിയത്ത്. അപ്പോൾ ജാഹിലിയത്തിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ കഴിയുക, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ എല്ലാ തരം മൂല്യങ്ങളെയും ഉൾക്കൊള്ളുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവരല്ലാത്തവരെല്ലാം ജാഹിലിയത്തിൽപ്പെടും. അങ്ങനെ വരുമ്പോൾ ജാഹിലിയത്തിൽപ്പെടുന്നവരിൽ ചിലപ്പോൾ ഒരു പക്ഷേ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വരെ ഉണ്ടായി എന്നും വരാം. അപ്പോൾ ഈ ജാഹിലിയത്ത് തുടച്ചു നീക്കുക എന്നത് അതും കൂടി ചേരുന്നതാണ്. അതിനെതിരെ സായുധമായോ അതിനെതിരെ കായികമായോ തന്നെ ബലപ്രയോഗത്തിലൂടെ തന്നെയാണെങ്കിലും അതിനെതിരെയുള്ള പോരാട്ടവും കൂടി ചേരുന്നതാണ് ദഅവത്ത്. അപ്പം എന്താണ് സമരരീതി? സമരരീതി എന്ന് പറഞ്ഞാൽ എന്താണ് ജിഹാദിൻ്റെ രീതി എന്നാണ് ഇനി ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. പുസ്തകം തന്നെ വായിച്ച് പറയേണ്ടതിൻ്റെ കാരണം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. എന്താണ് ജിഹാദ്? ഇതാണ് ഈ പുസ്തകത്തിൽ ഇനി പറയുന്നത്. സമരരീതി. ഇവിടെ മുതൽ നമ്മളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. കൂടുതൽ സമയം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ പേജ് തന്നെയാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സർവശക്തിയും മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജാഹിലിയത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹൃദയത്തെയും മനസ്സിനെയും ജാഹിലിയത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ഭൗതികാഡംബരങ്ങളിൽ നിന്ന് ശുദ്ധമാവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആത്മസംസ്കരണം അഥവാ തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുന്നു. ഗ്രന്ഥം പഠിപ്പിക്കൽ എന്നും ഇതിനെ പറയും. ജാഹിലിയത്തിനെതിരെ പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കുകയും അതിൻ്റെ ദുസ്വാധീനങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതിനെ സുവിശേഷം അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ക്ഷണം അഥവാ ദഅവത്ത് എന്നും പറയും. കുറച്ചുകൂടി മുന്നോട്ട് പോയി ജാഹിലിയത്തിൻ്റെ സ്വാധീനവും അടയാളവും ഇല്ലായ്മ ചെയ്യാനും ആധിപത്യം തകർക്കാനും അതിൻ്റെ വാഹകരുടെ കൈക്ക് പിടിച്ചു നിർത്താനും സത്യമാർഗത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാനും നടത്തുന്ന ശ്രമമാണ് ജിഹാദ്, ഖിതാല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. സാങ്കേതികമായി ഈ പദപ്രയോഗങ്ങളെല്ലാം ജാഹിലിയത്തിനെതിരെ നടത്തുന്ന ആദർശ പോരാട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയും രീതികളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇസ്ലാമിൻ്റെ തൗഹീദ് ലോകത്താകെ സ്ഥാപിക്കുകയും ഇസ്ലാമികമായ ആധിപത്യത്തിൻ്റെ കീഴിൽ ലോകത്തെ മുഴുവൻ കൊണ്ടുവരികയും ചെയ്യുക എന്നത് പ്രബോധനത്തിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തന രീതിയാണ്, പല ഘട്ടങ്ങളാണ്. ഇനി വളരെ വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് ഘട്ടം ഘട്ടമായാണ് പൂർത്തിയായത്. ഉദാഹരണത്തിന് നമസ്കാരം ആദ്യം 2 റക്അത്തും നോമ്പ് മുഹറം 10-നായിരുന്നു അനുഷ്ഠിച്ചിരുന്നത്. മദ്യം നിഷിദ്ധമാക്കിയത് പടിപടിയായിട്ടായിരുന്നു. ഇപ്രകാരം തന്നെ ജാഹിലിയത്തിനെതിരെയുള്ള യുദ്ധ നിയമവും ഘട്ടം ഘട്ടമായാണ് പൂർണ്ണത പ്രാപിച്ചത്. അങ്ങനെ ജിഹാദ് എന്ന നാമം സമ്പൂർണമാക്കപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഈ ജാഹിലിയത്തിനെതിരായ പോരാട്ടം നമ്മൾ നേരത്തെ വായിച്ച തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ആത്മസംസ്കരണം. അപ്പൊ ഇന്നലെ എം അക്ബർ പറയുന്നത് ഈ തസ്കിയത്ത് മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ജിഹാദ്. ആത്മസംസ്കരണം, ആത്മനിയന്ത്രണം മാത്രമാണ് ജിഹാദ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ബാക്കിയുള്ള ഈ ജിഹാദൊക്കെ എന്താ പറയുക, ജിഹാദ് സാധ്യമല്ല, ഇവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം എന്നതാണ് അക്ബർ സാഹിബ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് തസ്കിയത്ത് മാത്രമല്ല, സുവിശേഷം അല്ലെങ്കിൽ ദഅവത്ത് മാത്രമല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി ജാഹിലിയത്തിന്റെ സ്വാധീനവും അടയാളങ്ങളും ഇല്ലായ്മ ചെയ്യാനും ആധിപത്യം തകർക്കാനും എന്ന് പറഞ്ഞാൽ അത് ജാഹിലിയത്തിന്റെ അടയാളവും അധികാരവുമാണ്. ജനാധിപത്യ സംസ്കാരവും മതനിരപേക്ഷ സമൂഹങ്ങളും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ഭരണ സംവിധാനങ്ങളും ഉൾപ്പെടെ ജാഹിലിയത്തിന്റെ പ്രതീകമാണ്, ജാഹിലിയത്തിന്റെ അധികാരമാണ്. അപ്പൊ അതിനെ തകർക്കാനും അതിൻ്റെ വാഹകരുടെ കൈക്ക് പിടിച്ചു നിർത്താനും സത്യമാർഗത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാനും നടത്തുന്ന ശ്രമമാണ് ജിഹാദ്. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ ഉണ്ടാവുന്ന നിയമങ്ങളിൽ മതനിയമം നടപ്പിലാക്കാൻ മതപരമായ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ സമ്പൂർണമായ ഏതെങ്കിലും തരത്തിൽ ആരാധന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതല്ല. മതജീവിതം, മതപരമായ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമങ്ങളിൽ മതവിധി പാലിക്കാൻ അല്ലെങ്കിൽ മതത്തിന്റെ സ്വാധീനം അതിന് കീഴിൽ ഒരു രാജ്യം, ഒരു പ്രദേശം നിലനിർത്താൻ
തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റാനുള്ള പരിശ്രമമാണ്, പോരാട്ടമാണ് ജിഹാദ് എന്നാൽ, അല്ലെങ്കിൽ ഖിത്താൽ എന്നൊക്കെ പറയുന്നത്. ഇനി ഞാൻ അതിനെ ഇനിയും കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇനി അക്ബർ പറയുന്ന തരം വാദങ്ങളെ ഈ പുസ്തകത്തിൽ ഇതിന്റെ ഗ്രന്ഥകാരൻ ഖണ്ഡിക്കുന്നത് കാണുക. പ്രവാചകത്വത്തിന്റെ തുടക്കം മുതൽ രഹസ്യ പ്രബോധനത്തിനായിരുന്നു പ്രവാചകൻ അനുമതി ലഭിച്ചത്. പിന്നീട് അല്പകാലത്തിനകം പരസ്യ പ്രബോധനം ആരംഭിച്ചു. മദീന പീഡനങ്ങളേറ്റ് ക്ഷമിച്ചു. തിരിച്ചടിക്കാൻ അനുമതിയില്ലായിരുന്നു. പിന്നീട് പ്രതിരോധിക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞ് ഭൂമിയിൽ ഫിത്ന അവസാനിക്കുന്നതുവരെ സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദഅവത്തിന്റെ പ്രചാരണങ്ങളെ അപേക്ഷിച്ച് ജിഹാദിന്റെ നിയമസാധുത പരിപൂർണവും അവസാനത്തേതുമാണ്. അപ്പൊ ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാമിൽ ജിഹാദ് നിയമമാക്കപ്പെടുന്നത്. അതിനു മുൻപുള്ള ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമ്പൂർണമാക്കപ്പെട്ട ജിഹാദിന്റെ നിയമത്തെ ലഘൂകരിക്കാനോ അത് പ്രസക്തമല്ല, അത് ഇവിടത്തേക്ക് യോജിച്ചതല്ല, അത് സന്ദർഭത്തിലായിരുന്നു, അത് യുദ്ധസന്ദർഭമായിരുന്നു എന്ന വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നും ഇസ്ലാമിലെ പല നിയമങ്ങളും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നും അങ്ങനെ ഒരു നിയമം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ലളിതമായ രൂപം ആ നിയമത്തിൽ സ്വീകരിക്കാൻ വിശ്വാസിയായ ഒരാൾക്ക് കഴിയില്ല എന്നുമാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് അത് വിവരിക്കുന്നുണ്ട്. ശരീഅത്തിലെ എല്ലാ വിധികളും അതിന്റെ അവസാന കൽപ്പനയ്ക്കനുസരിച്ചാണ് വിധി കൽപ്പിക്കുക. ഒരാൾ ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക, മദ്യം നിഷിദ്ധം തന്നെയാണ്, പക്ഷെ അത് ഘട്ടം ഘട്ടമായാണ് നിർത്തലാക്കിയത്, അതുകൊണ്ട് മദ്യപാനം ഘട്ടം ഘട്ടമായി നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമസ്കാരം ആദ്യം 2 റക്അത്ത് മാത്രമാണ് നിർബന്ധമാക്കിയിരുന്നത്, അതുകൊണ്ട് ഇപ്പോൾ 2 റക്അത്ത് മാത്രമേ ഞാൻ നമസ്കരിക്കുകയുള്ളൂ. കുറച്ച് നാളുകൾ കഴിഞ്ഞ ശേഷമേ നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കേണ്ടതുള്ളൂ. നിങ്ങളാരും ഇതിനെ എതിർക്കേണ്ടതില്ല. മറ്റൊരാൾ പറയാണ്, ഞാൻ ആശുറ നോമ്പ് മാത്രമേ അനുഷ്ഠിക്കുകയുള്ളൂ. 13 വർഷത്തിന് ശേഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഇത്രയും കാലം കഴിഞ്ഞ് റമദാനിലെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുകയുള്ളൂ. ഈ വാദങ്ങളൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ലെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. ഇതേ പ്രകാരം തന്നെയാണ് ജിഹാദിന്റെയും വിധി. ഇത് മക്കി കാലഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ജിഹാദ് നിർബന്ധമില്ല എന്ന് പറയുന്നതും ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്. ഇത് പ്രബോധനത്തിന്റെ കാലഘട്ടമാണ്, ജിഹാദിന് സമയമായിട്ടില്ല എന്ന് പറയുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. ഇത് ജിഹാദിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ ദഅവത്തിന് തടസ്സമാകും തുടങ്ങിയ വാദങ്ങളും തെറ്റാണ്. അപ്പൊ നമ്മളിപ്പോൾ ജിഹാദിനെ കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മളിവിടെ സമാധാനപരമായിട്ടുള്ള പ്രബോധനം നടത്താം. ജിഹാദിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് ഇവിടുത്തെ ദഅവത്തിനെ ബാധിക്കും, നമ്മളിവിടെ ജീവിതത്തിനെ ബാധിക്കും എന്ന് പറയുന്ന ഒഴിവ് കഴിവുകളൊന്നും മതപരമായി നിലനിൽക്കില്ല. അതൊക്കെ മതശാസനകൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ ഒരു വാക്കും ചേർക്കുന്നില്ല, പുസ്തകം നിങ്ങളുടെ മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്, ഇത് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ പുസ്തകമാണെങ്കിൽ പോലും അതിൻ്റെ ഓരോ പേജും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അപ്പാടെ പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, പ്രബോധന മാതൃകയും ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരക്കാരുടെ പ്രബോധന രീതിയും ഖുർആൻ കാണിച്ചു തരുന്ന പ്രബോധന മാതൃകയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഫിർഔനോടും നമ്രൂദിനോടും അബൂജഹലിനോടും അബൂലഹബിനോടും പ്രവാചകന്മാർ അനുവർത്തിച്ച രീതിയല്ല ഇന്നത്തെ പ്രബോധനം. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടവും മുഹമ്മദിന്റെ ജീവിത കാലഘട്ടത്തിലെ മക്ക കാലഘട്ടത്തിൽ മുഹമ്മദ് സ്വീകരിച്ച സമീപനവും അല്ല ആധുനിക ലോകത്ത് ജിഹാദ് പൂർത്തീകരിക്കപ്പെട്ട് ഇസ്ലാം സമ്പൂർണമാക്കപ്പെട്ട് ജിഹാദ് ഇസ്ലാമിലെ നിയമമാക്കപ്പെട്ടതിന് ശേഷമുള്ള ദഅവത്തിന്റെ രീതി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഇസ്ലാമിൽ ജിഹാദിനെ കുറിച്ച് പറയുന്ന ഖുർആനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസോ ഏതെങ്കിലും ഒരു സംഭവമോ എടുത്തു കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മക്കയിൽ മുഹമ്മദ് നബി ക്ഷമിച്ചതിന്റെ കഥ പറയുന്നത് വങ്കത്തരമാണ്, അത് കാപട്യമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. മുഹമ്മദിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ, മുഹമ്മദിന്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി ഖദീജയെ കല്യാണം കഴിച്ച മക്ക കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞോടുക എന്നത് ഇവിടുത്തെ പ്രബോധകരുടെ സ്ഥിരം പരിപാടിയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഘട്ടം ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിന്റെ സാമൂഹികമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള നിയമങ്ങളിൽ കൃത്യമായ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നേരെ ഇസ്ലാം പൂർത്തീകരിക്കുന്നതിന് മുമ്പുള്ള മക്ക കാലഘട്ടത്തിലേക്ക് ഓടുന്ന കുതന്ത്രം തന്നെയാണ് ജിഹാദിനെ പ്രതിരോധിക്കാനും ജിഹാദ് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക നിയമത്തെ അതില്ല എന്ന് വരുത്തി തീർക്കാനും അത് സന്ദർഭത്തിൽ മാത്രം, യുദ്ധസന്ദർഭത്തിൽ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനും ഇവർ ഉപയോഗിക്കുന്നത്. അതാണ് ഈ പറഞ്ഞവന്റെ രത്നച്ചുരുക്കം. ഇനിയും ഈ വിഷയത്തിൽ കുറച്ചുകൂടി നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ മുഹമ്മദ് നബി ഈ തരത്തിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ, ഖുർആൻ പറയുന്നത് പോലെയുള്ള തീവ്രമായ പരിശ്രമം
അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് നബി പ്രതിരോധിക്കപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നതിൻ്റെ വഴി പ്രബോധന ശൈലിയുടെ ഉജ്ജ്വല രൂപമായിരുന്നു കഅബയിൽ നിന്ന് 360 വിഗ്രഹങ്ങളെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ദഅവത്ത് അല്ലാഹു അല്ലാതെ എന്ന് മാത്രമാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല എന്നതിനെ നമ്മൾ സ്മരിക്കാറില്ല. ഇന്ന് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറാണ്, എന്നാൽ ബിംബങ്ങളെ വെറുക്കാൻ തയ്യാറല്ല. റഹ്മാനെ നാം സ്മരിക്കുന്നു, ഒപ്പം രാമനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. ദീനീ പ്രബോധനം നടത്താൻ തയ്യാറാണ്, എന്നാൽ മിഥ്യയുടെ മതങ്ങളെ തള്ളിപ്പറയാൻ നമ്മൾ സന്നദ്ധരല്ല. മുഹമ്മദ് നബിയുടെ ഉത്തമ മാതൃക പിൻപറ്റുന്നവരാണെന്ന് പ്രസംഗിക്കും, പക്ഷേ പൂർവ്വപിതാക്കളെ നാം അമിതമായി സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യും. ഖുർആനിക നിയമങ്ങളുടെ നന്മകൾ നാം വിശദീകരിക്കുന്നു, പക്ഷേ ശ്രദ്ധിക്കണേ, ഒപ്പം മതേതര നിയമങ്ങളെയും ഭരണഘടനയെയും പുകഴ്ത്തിപ്പറയുകയും മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്നു, എന്നാൽ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ശീതളച്ചായ ഒഴിവാക്കാൻ നാം തയ്യാറല്ല. ഈ രണ്ട് ഭാഗവും കൃത്യമാണ്. ഇസ്ലാമികേതരമായ ഒരു ഭരണവ്യവസ്ഥ തന്നെയാണ് ഇവിടെ ഉന്നം വെക്കുന്നത്. ഇസ്ലാമികേതരമായ അല്ലെങ്കിൽ ഇസ്ലാമിന് ആധിപത്യമില്ലാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ദഅവാ പ്രവർത്തകർക്ക് നല്ല പേരുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അവരുടെ ദീൻ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്ന്, അതായത് വെറും കൈയോടെ നടക്കുന്നവർ ജിഹാദിനെ കുറിച്ച് ഗീർവാണം നടത്തുന്നു. അവരുടെ മതബോധനം അവരുടെ ബുദ്ധിയെയും വിവേകത്തെയും ഇല്ലാതാക്കി. സ്വന്തം ആവേശത്തിൽ അവർ മതിമറന്നു. മതത്തിന്റെ ആത്മാവിനെക്കുറിച്ചും മതസ്പിരിറ്റിനെ കുറിച്ചും അവർക്ക് ബോധവാന്മാരല്ല. മതത്തിന്റെ ദീർഘദൃഷ്ടിയെക്കുറിച്ചും യന്ത്രങ്ങളെക്കുറിച്ചും അവർ തീർത്തും അജ്ഞരാണ് എന്നീ തുടങ്ങി പല വിമർശനങ്ങൾക്ക് അവർ വിധേയരായേണ്ടി വന്നേനെ. അതായത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ജിഹാദ് പരിചയപ്പെടുത്തുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപം കേൾക്കേണ്ടി വന്നേനെ. ഇവരൊരു ആക്ഷേപവും കേൾക്കാതെ ഇവരൊക്കെ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരായി നിൽക്കുന്നത് ജാഹിലിയത്തിൻ്റെ അടയാളവും അധികാരവുമായിട്ടുള്ള ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും അംഗീകരിക്കുകയും അതിനെ തരം പോലെ പുകഴ്ത്തിപ്പറയുകയും ചെയ്ത് ഇസ്ലാമിൽ വെള്ളം ചേർക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത പേജിലേക്ക് നോക്കൂ. വിധി നിയമങ്ങൾ വ്യത്യസ്തമായതിനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക, തന്ത്രപൂർവ്വം നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളാണ്. എണീക്കൂ, മുന്നറിയിപ്പ് നൽകൂ, നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിനെ പ്രബോധനം ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, താഗൂത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അവനോട് വസീലത്തിനെ തേടുക, അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അവർക്കെതിരെ ശക്തി സംഭരിക്കുക, കുഴപ്പം അവസാനിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക. മേലുദ്ധരിച്ച എല്ലാ ആയത്തുകളിലെയും വിധികൾ കൽപ്പനാരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹം വൈജ്ഞാനികവും പ്രായോഗികവുമായ തലത്തിൽ പല വിധികളും ഒഴിവാക്കുകയും ചിലതിനേക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. ആരും തന്നെ ഈ കൽപ്പനകളെയെല്ലാം ഒരേ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുന്നില്ല. ജനങ്ങളിൽ അധികവും നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ ആളുകളിൽ അധിക പേരും സക്കാത്തിന്റെ കാര്യത്തിൽ അത്ര കണിശത പുലർത്താറില്ല. വേറെ ചില ആളുകൾ നമസ്കാരത്തിലും സക്കാത്തിലും ശ്രദ്ധ ചെലുത്തുന്നു, എന്നാൽ ഇസ്ലാമിക പ്രബോധനത്തെപ്പറ്റി അവർ അവഗണിക്കുന്നു. മറ്റു ചിലർ നോമ്പ്, നിസ്കാരം എന്നിവ അനുഷ്ഠിക്കുന്നതോടൊപ്പം ജീവിതത്തിലെ ചില പ്രത്യേക മേഖലകളിൽ സുന്നത്തും ബിദ്അത്തും അനുവദനീയവും നിഷിദ്ധവും തൗഹീദും ഷിർക്കുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നവർ രാഷ്ട്രീയ മേഖലയിൽ ഇതിനെല്ലാം എതിര് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ സമ്പൂർണമായി അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇവര് ഒരു ബഹുസ്വര സമൂഹത്തിന്റെ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിലിയത്തിന്റെ അടയാളങ്ങളോടും അതിൻ്റെ അധികാര കേന്ദ്രങ്ങളോടും അതിൻ്റെ രീതികളോടും അതിൻ്റെ സാമൂഹ്യ ക്രമത്തോടും ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ താഗൂത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ഖുർആനിൻ്റെ അധ്യാപനത്തെ വിസ്മരിക്കുന്നവരാണ് എന്നാണ്. താഗൂത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന കൽപ്പന കേൾക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രബോധന പ്രവർത്തനങ്ങളിൽ ബഹളം വെച്ച് നടക്കുന്നവരാണ് ഇനിയും ചിലർ. ഇത് എം അക്ബറിനെയാണോ എന്ന്, എം അക്ബറിനെയും മുജാഹിദ് ബാലുശ്ശേരിയും പോലെയുള്ള ആളുകളെയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. താഗൂത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന കൽപ്പന കേൾക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രബോധന പ്രവർത്തനങ്ങളിൽ ബഹളം വെച്ച് നടക്കുന്നവരാണ് ഇനിയും ചിലർ. അവരോട് ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടാനോ
അതിന് സജ്ജരാകാനോ ആവശ്യപ്പെടുന്നത് പോലും അനിസ്ലാമിക കൃത്യമായി ഇക്കൂട്ടർ കണക്ക് കൂട്ടുന്നു. പ്രസംഗവും ഉപദേശവും ഖുർആൻ ഹദീസ് പഠന ക്ലാസും സംഘടിപ്പിക്കുന്നവരോട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ ദീനീ സദസ്സിനെ കുഴപ്പം സൃഷ്ടിക്കുന്നവർ എന്ന നിലക്കായിരിക്കും പ്രതികരണം. നാം മനസ്സിലാക്കണം, നോമ്പും ഹജ്ജും സക്കാത്തും പോലെ ദീനിന്റെ ഒരു സ്തംഭമാണ് ജിഹാദും. പിന്നെ എന്തിനാണ് ജിഹാദിനോട് മാത്രം നാം ഇത്ര നീരസം പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഈ ഗ്രന്ഥകാരൻ ഖുർആനിക വചനങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നത്. അപ്പൊ അക്ബർ സാഹിബ് ഒരു ദിവസം വേദിയിൽ വന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സംഭവമൊന്നുമല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, അപ്പൊ നമുക്ക് ആഗ്രഹം തോന്നി, അപ്പൊ നമ്മൾ ആത്മനിയന്ത്രണം ചെയ്യുക, ഇതാണ് വലിയ ജിഹാദ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ പുസ്തകത്തിന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചുകൂടി നമുക്ക് പോകാനുണ്ട്. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വാദമാണ്, ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അത് ഖുർആനിന്റെ ഒരു വചനത്തെ മുൻനിർത്തി തന്നെയാണ്. ഇപ്പം ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും, എന്നാൽ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം അവർ അങ്ങനെയൊന്നുമില്ല, ജിഹാദിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയല്ല, IS ഇസ്ലാമികമല്ല എന്നൊക്കെ ഗീർവാണം വിടുന്നവരെ കുറിച്ച്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നടത്തുന്നത് ഇസ്ലാമിക പ്രവർത്തനമല്ല എന്ന് പറയുന്ന ഇവിടുത്തെ ചില പ്രബോധക സിംഗങ്ങളെ കുറിച്ചാണ് ഇത്ര നേരം ഈ പുസ്തകം പ്രതിപാദിച്ചത്. അപ്പൊ അതൊക്കെയാണ് ഇസ്ലാം എന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. ഇനിയോ അവരെക്കുറിച്ച് ഇങ്ങനെ തരാതരം മാറ്റിപ്പറയുന്നവരെ കുറിച്ച് പറയുന്നത്, വേദഗ്രന്ഥങ്ങളിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് നിങ്ങൾ തള്ളിക്കളയുകയുമാണോ? എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. അപ്പൊ നോമ്പും നിസ്കാരവും പോലെ മുസ്ലിമിന് ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള ജിഹാദിനെ കുറിച്ച് പറയാൻ മടിച്ച് ജാഹിലിയത്തിന്റെ അധികാര കേന്ദ്രമായിട്ടുള്ള ജനാധിപത്യത്തോട് ചേർന്ന് നിന്ന് വെറുക്കേണ്ടതും എതിർക്കേണ്ടതും തടയേണ്ടതുമായ ബഹുദൈവ വിശ്വാസകരോടും ഇതര അല്ലാഹു അല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നവരോടും ചിരിച്ചും സൗഹൃദം പങ്കിട്ടും അവരോട് ചേർന്ന് മുന്ന് ജീവിച്ചു പോകുന്നവരെ കുറിച്ച് അള്ളാഹു നോക്കിയിരിക്കുന്നുണ്ട്. അവർക്ക് കടുത്ത അപമാനവും ശിക്ഷയും ഉണ്ടായിരിക്കും എന്ന് അള്ളാഹു ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണെന്നിരിക്കെ തന്നെ നിങ്ങളുടെ മുകളിൽ നോമ്പും നിർബന്ധമാണ്, നിസ്കാരവും മീൻസ് ജിഹാദും നിർബന്ധമാണ്. മേൽ സൂചിപ്പിച്ച സൂക്തങ്ങളിൽ 2 നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ കൽപ്പിക്കുന്നു. വാക്കുകളും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ 2 കൽപ്പനകൾക്കിടയിൽ പ്രവൃത്തി പദത്തിൽ നാം വ്യത്യാസം കാണിക്കുന്നു. നോമ്പിന്റെ കൽപ്പന ഏത് പ്രകാരമാണോ അതേ പ്രകാരം തന്നെയാണ് ജിഹാദിനുള്ള കൽപ്പനയും ഖുർആനിൽ വന്നത് എന്ന് മേൽ സൂക്തങ്ങൾ വ്യക്തമാക്കുന്നു. നോമ്പിന്റെ ശ്രേഷ്ഠതകളും ശരീഅത്തിന്റെ അതിലുള്ള സ്ഥാനവും വളരെ ഗൗരവത്തിൽ നാം വീക്ഷിക്കാറുണ്ട്. എന്നാൽ പോരാട്ടത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ മറക്കാനാണ് നമുക്ക് താല്പര്യം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക അഥവാ ജിഹാദ് തുടരുക എന്നത് ഈമാനിന്റെ തേട്ടമായി തന്നെ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കു തന്നെ ഈമാനിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർക്ക് താല്പര്യമില്ലാതായിരിക്കുന്നു. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന കാര്യത്തോട് വിമുഖത കാണിച്ചാൽ ഉണ്ടാകുന്ന പരിണിതികളൊക്കെ ജിഹാദിനോട് വിമുഖത കാണിച്ചാലും സംജാതമാകും എന്ന് ചുരുക്കം. നിന്ദ്യതയും പതിത്വവുമൊക്കെ ആയിരിക്കും അതിൻ്റെ പരിണിത ഫലം. വളരെ കൃത്യമായിട്ട് അക്ബർ സാഹിബിന്റെ ഇന്നലത്തെ വാദങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ജിഹാദി വിഭാഗങ്ങൾ പോലും നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അവർ നടത്തുന്ന നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന അവകാശവാദങ്ങളും പുട്ടിയടി ശ്രമങ്ങളെയും വളരെ കൃത്യമായി തുറന്നെതിർക്കുന്ന ആ കാപട്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പറയപ്പെട്ടിട്ടുള്ള ജിഹാദ്, വിമർശകർ ഉന്നയിക്കാറുള്ള ജിഹാദ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയോ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അതിൽ യാതൊരു സംശയവും വെച്ചു പുലർത്താതിരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവനും സ്വത്തും നൽകി ജിഹാദ് ചെയ്യുന്നവരും മാത്രമാണ് വിശ്വാസികൾ. അപ്പൊ സ്വജീവനും സ്വത്തും വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ഇത് ഇങ്ങനെ പുസ്തക വായനയായതുകൊണ്ട് ഒരുപക്ഷെ ബോറടിപ്പിക്കാം അല്ലെങ്കിൽ ബോറടിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്തൊരു ഭാഗം, ഇനി ഈ പുസ്തകത്തിന്റെ തുടർഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം. ഈ ഒരു പേജ് കൂടി നമ്മൾ നോക്കിയിട്ട് ഇന്നത്തേക്ക് നിർത്തും. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തും നഷ്ടം വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിയടയുന്ന പാർപ്പിടങ്ങളും അള്ളാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക.
അള്ളാഹു ധിക്കാരികളായ ആളുകളെ നേർവഴിയാക്കുകയില്ല. ഈ വചനത്തിൽ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള സ്നേഹത്തിന്റെ തുല്യ പദവിയാണ് ജിഹാദിനും നൽകിയിട്ടുള്ളത്. എന്നാൽ ജിഹാദിനെ ഖുർആൻ നൽകിയ ഈ പദവി നൽകാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. ഇനി വാക്യത്തിന്റെ വിവിധ സാന്ദർഭികം ഇനിയാണ് ഇവർ പറയുന്ന സാധാരണഗതിയിലുള്ള ഒരു ന്യായം. അതിനുള്ള മറുപടിയും പറയുന്നു. ഏതെങ്കിലും ഒരു ജിഹാദിന്റെ ഖിതാലിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ അവരുടെ പറയും അത് യുദ്ധ സന്ദർഭത്തിലാണ്, അത് ആ സന്ദർഭത്തിലാണ്, അതിപ്പോ ബാധകമല്ല എന്ന് പറയുന്ന അവസരവാദികളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഇനി ഈ വാക്യത്തിന്റെ വിവക്ഷ സാന്ദർഭികമോ താൽക്കാലികമോ ആയ രൂപത്തിലാണെന്നാണ് വാദമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. ഇനി ഒരു പൊതു നിയമവും സ്ഥിരപ്രതിഷ്ഠ നേടിയതുമാണ് മേൽവിധിയെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നതിനെ കുറിച്ച് 1 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ 10 മിനിറ്റെങ്കിലും ജിഹാദിനെ കുറിച്ച് പറയാൻ നാം ബാധ്യസ്ഥരാണ്. ഇതിനൊക്കെ വിരുദ്ധമായി പിശാചിന്റെ മാർഗത്തിൽ രാവും പകലും പണിയെടുക്കുന്നവർ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കുന്നവരിൽ എണ്ണപ്പെടുന്നത് ഇത്തരം തെറ്റായ തുലനം ചെയ്യലുകളുടെ അനന്തരഫലമായാണ്. അതിന്റെ സ്നേഹപ്രകടന വാദഗതികൾ ആർക്കും എതിരഭിപ്രായമില്ലാത്തത് കൊണ്ടും ഇതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കൃത്യമായി ഇസ്ലാമിലുള്ളതുപോലെ പറയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ പ്രബോധകന്മാർക്ക് വലിയ എതിർപ്പില്ലാത്തത് എന്നാണ് ഈ പറഞ്ഞു വെച്ചത്. നിങ്ങൾ സന്ദർഭം പോലെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക എന്ന് എണ്ണിയതുപോലെയാണ് ജിഹാദിനെയും എണ്ണിയിട്ടുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി മറ്റൊരു വലിയ വാദം, ഇത് മക്ക കാലഘട്ടമാണ്, മക്ക മദീന കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്. അതും ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് മക്കി കാലഘട്ടത്തിന് തുല്യമായ അവസ്ഥയിലാണ്. ജിഹാദ് നിർബന്ധമായത് മദീന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ജിഹാദ് നമുക്ക് നിർബന്ധമില്ല എന്ന് വാദിക്കുന്ന ചിലരുണ്ട്. അത്തരക്കാരോടുള്ള ചോദ്യം ഇതാണ്: ശരീഅത്തിന്റെ വിധികളിൽ മക്കി മദീനി വേർതിരിവിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഖുർആനിൽ വിധി നിയമങ്ങൾ മക്കി മദീന എന്ന രീതിയിലല്ല ക്രമപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് മദീന സൂറത്തുകളാണ് ആദ്യം സ്ഥാനം നേടിയിട്ടുള്ളത്. അതിലാകട്ടെ സാമൂഹ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒട്ടനവധി നിയമങ്ങൾ അവതീർണമാണ് താനും. ഖുർആനിലോ അതിന്റെ വ്യാഖ്യാനങ്ങളിലോ ഹദീസുകളിലോ കർമ്മശാസ്ത്രങ്ങളിലോ എവിടെയെങ്കിലും മക്കി മദീനി വേർതിരിവ് ദൃശ്യമല്ല. ഇനി ഇങ്ങനെ അപ്പം ഇത് മക്ക കാലഘട്ടമാണ്, ഇവിടെ നമ്മൾക്ക് ജിഹാദ് ആവശ്യമില്ല എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. ഏതെങ്കിലും ഒരു കാര്യം പൂർത്തിയായി അല്ലെങ്കിൽ ഇസ്ലാം പൂർത്തിയാകുന്ന ഘട്ടത്തിലുള്ള നിയമം എന്താണോ അതാണ് എല്ലാ കാലത്തേക്കുമുള്ള ഇസ്ലാമിക നിയമം. അങ്ങനെ വരുമ്പോൾ ജിഹാദ് നിസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ, ഹജ്ജ് പോലെ നിർബന്ധ ബാധ്യതയാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. മക്ക മദനി വേർതിരിവ് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് സത്യം. മറിച്ച് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ കഴിവുള്ള ഓരോ വ്യക്തിയും ഇസ്ലാമിക വിധികൾ അനുസരിക്കണം. നിബന്ധനകൾ പൂർത്തിയാക്കാത്തത് കൊണ്ടും കഴിവില്ലാത്തത് കൊണ്ടും ഇസ്ലാം ഇളവ് അനുവദിക്കുന്നുണ്ട്. ചില ആളുകളുടെ മേലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ശരീഅത്തിന്റെ ഏതെങ്കിലും വിധി നടപ്പാക്കുന്നതിൽ ഇളവുണ്ടെങ്കിൽ പോലും ദീനിന്റെ മുഴുവൻ ഭാഗങ്ങളും വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും ഒരു ഭാഗം മാറ്റി നിർത്താൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ കഴിവും നിബന്ധനയും എപ്പോൾ പൂർത്തിയാവുന്നോ അപ്പോഴത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയണം. മറ്റൊരു പ്രധാന കാര്യം, പല നിബന്ധനകളും നാം സ്വയം പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണമായി, നമസ്കാരം ശരിയാകണമെങ്കിൽ അംഗശുദ്ധി വരുത്തണം. അംഗശുദ്ധി വരുത്തേണ്ടത് നാം സ്വയം കണ്ടെത്തണം. നമസ്കാരം നിർബന്ധമായ ഒരാളുടെ ബാധ്യതയാണിത്. ജിഹാദിനെ കുറിച്ചുള്ള സംബന്ധിച്ചുള്ള വിധിയും ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതിൽ ജിഹാദ് നിർബന്ധമാകാനുള്ള കാരണങ്ങൾ, അതിനു വേണ്ടുന്ന നിബന്ധനകൾ, ആ നിബന്ധനകളിൽ അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഇമാമ് വേണം, രാജ്യം വേണം, ഭരണം വേണം തുടങ്ങിയിട്ടുള്ള ന്യായങ്ങൾ, ഇതിനൊക്കെയുള്ള മറുപടികൾ ഇതിന്റെ അടുത്തടുത്ത ഘട്ടങ്ങളിൽ ഉണ്ട്. അപ്പൊ ജിഹാദ് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും അതിന് തയ്യാറെടുപ്പ് നടത്തേണ്ടത് മതപരമായി ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്ന് തന്നെയാണ് ഈ പുസ്തകം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അധികം മിക്സ് ചെയ്യാതെ പുസ്തകം മാത്രം വായിച്ചു പോയത്. ഇതിന്റെ പകുതി പോലും ഇസ്ലാം മത വിമർശകർ ഇസ്ലാമിനെതിരെ പറയാറില്ല. ഇതാണ് ഇസ്ലാമിലെയും ഖുർആനിലെയും ഹദീസിലെയും മതനിയമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ 2022 ഞാൻ ഈ പുസ്തകം തള്ളിയത് കൊണ്ട് കാര്യമില്ല, ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരനെ തള്ളിയത് കൊണ്ട് കാര്യമില്ല. ഇതിലുദ്ധരിക്കപ്പെട്ട ഖുർആൻ വചനങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പുസ്തകമെങ്കിൽ ഈ പുസ്തകം ഇന്നും ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടുന്നു. വിശ്വാസികൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് നിങ്ങൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ കേവലം ആത്മസംസ്കാരമാണ് എന്ന് ഗീർവാണം വിടുകയും മറുഭാഗത്ത് പുസ്തകങ്ങളിൽ ജിഹാദിന് പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിക സാഹിത്യം, നിങ്ങളുടെ ജിഹാദിന്റെ സാഹിത്യം എഴുതുകയും പ്രചരിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തികഞ്ഞ കാപട്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
സന്ദർഭം കിട്ടിയാൽ ജിഹാദിന് തയ്യാറാവുന്ന തരത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പരിശീലിപ്പിക്കുകയും അത് പ്രബോധനത്തിന്റെ ഭാഗമാക്കുകയും വേണം എന്ന മതനിയമമാണ് പച്ചയായി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ജനാധിപത്യം ഉൾപ്പെടെയുള്ള ഇസ്ലാമികേതരമായ സകല ഭരണവ്യവസ്ഥകളെയും സാമൂഹ്യ വ്യവസ്ഥിതികളെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുകയും അതിനെ തോൽപ്പിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നത് തന്നെയാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ദഅവത്തിന്റെ ഭാഗമാണ്. ജിഹാദും ദഅവത്തും രണ്ടല്ല എന്ന് വളരെ കൃത്യമായി ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നു. ഇതൊരു പുസ്തകമാണ്. ഇതുപോലെയുള്ള കൊച്ചു പുസ്തകങ്ങൾ അനവധി എൻ്റെ ബുക്ക് ഷെൽഫിൽ തന്നെ ഉണ്ട്. ഇന്നും പ്രസിദ്ധീകരിക്കുന്നത്, ഇന്നും കേരളത്തിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് വിതരണം ചെയ്യുന്നത്, IPHന്റെ ശേഖരങ്ങളിൽ പോയാൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന, പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിക്ക് ക്ലാസ് എടുത്തു കൊടുത്താൽ മനസ്സിലാവുന്ന തരത്തിൽ, ജിഹാദിന് സജ്ജമാകുന്ന തരത്തിൽ അതിൻ്റെ നിയമങ്ങളെയും അതിലേക്കുള്ള പ്രേരണകളിലെയും ഈ ജമാഅത്തെ ഇസ്ലാമി ശൈലിയിൽ എഴുതി വെച്ചിട്ടുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ഇരുന്ന് വായിച്ച് വിശദാംശങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കൃത്യമായി ജിഹാദിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഷർത്തുകൾ, അത് പൂർത്തീകരിക്കാൻ വേണ്ടി സൈറൺ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന തരത്തിൽ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് പുസ്തകങ്ങളിൽ എഴുതി പ്രചരിപ്പിക്കുന്നവർ സ്റ്റേജിൽ വന്നു നിന്ന് നടത്തുന്ന ഗീർവാണ പ്രസംഗങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ നിർവാഹമില്ല എന്നാണ് പറയാനുള്ളത്. കാരണം പരസ്യമായിട്ടൊന്ന് പറയുകയും രഹസ്യമായി കുട്ടികളിൽ പഠിപ്പിക്കുന്നത് വേറെ ആയിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ പറ്റുക? ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതുപോലെയുള്ള ന്യായീകരണങ്ങളുമായിട്ട് നിങ്ങൾ കയറി വരുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഇനി ഇവിടെ സംഘപരിവാർ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രം എന്നൊന്നും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പണിയല്ല ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കാനെങ്കിലും പഠിക്കണം. നിങ്ങളുടെ മതപ്രബോധനവും അതിൻ്റെ പുട്ടിയടിയും ഇസ്ലാമികേതരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വെല്ലുവിളിയും മതേതര സമൂഹങ്ങൾക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ നടത്തുകയും പൊതു ഇടങ്ങളിൽ നിന്ന് ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം പുട്ടിയടികളും പിൻവലിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് മറുപടി പറയുന്നതും ഇസ്ലാമിൽ ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇത് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് അത് ഏറ്റുപറഞ്ഞാൽ മാത്രമേ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ നമുക്ക് നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ജിഹാദിൻ്റെ നിബന്ധനകൾ അതെപ്പോഴാണ് പൂർത്തിയാവുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യും. ആർക്കൊക്കെയാണ് ജിഹാദ് ഇളവുള്ളത് ഒക്കെ വിശദമായിട്ട് പുസ്തകങ്ങളിലുണ്ട്. അതുകൊണ്ട് അക്ബർ സാഹിബ് വന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും കാര്യം നടക്കൂല. നമ്മളൊക്കെ ഞാൻ അക്ബർ സാഹിബിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ദഅവ സെൻ്ററിൽ നിന്ന് ദഅവ ബുക്സ് എന്ന് വാങ്ങിയ പുസ്തകങ്ങളിൽ തന്നെ ആവശ്യത്തിലധികം സാധനമുണ്ട്. അപ്പം ഇവരെന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം വാങ്ങും വായിക്കുകയും ചെയ്യുള്ളൂ. ഇസ്ലാമിക പുസ്തകമല്ലേ, അത് മുസ്ലിങ്ങൾ തന്നെ വാങ്ങുള്ളൂ എന്നൊരു ധാരണയിലാണ് പുറത്ത് പബ്ലിക് സ്പേസിൽ ന്യായീകരിക്കുകയും അകത്ത് ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ദഅവത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി എഴുതുന്ന പുസ്തകങ്ങളിൽ ഇതുപോലെയുള്ള മാരകമായ വിഷം കുത്തി നിറക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ മദ്രസയിലൊക്കെ പഠിച്ച് സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു കുട്ടി ഈ പുസ്തകം വായിച്ചാൽ ആ കുട്ടിക്ക് ജിഹാദിനോടുള്ള പ്രേരണ ഉണ്ടാകുമോ ഇല്ലയോ? ജിഹാദ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വിഷമം ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുമോ ഇല്ലയോ? ജിഹാദ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആ കുട്ടി പരിശ്രമിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? ഇത് മുസ്ലിങ്ങളായിട്ടുള്ള രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഒരു പുസ്തകം ദീനിയായ ഒരു കുട്ടി വായിച്ചാൽ ആ കുട്ടിക്ക് ജിഹാദ് അവൻ്റെ ബാധ്യതയാണ് എന്ന് തോന്നുമോ? അവനതിന് പരിശ്രമിക്കുകയോ? ആലോചിച്ച് നോക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ആവശ്യം പോലെ പുസ്തകങ്ങൾ എഴുതി കുട്ടികളുടെ മനസ്സിൽ ഇതുപോലെയുള്ള ഖുർആനിനെ അടങ്ങിയിട്ടുള്ള വിഷം അതുപോലെ ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും പ്രബോധനങ്ങളും രഹസ്യമായി നടത്തുകയും പുറത്തു വന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ പാൻറ്റിൻ്റെ സിബിടലാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വൃത്തികേട് നിങ്ങൾ പൊതു ഇടത്തിൽ കാണിക്കുന്ന കാലത്തോളം ഇതിനെ വിമർശിക്കും. ഇത് തുറന്നു കാണിക്കും. വേറെ നിർവാഹമൊന്നുമില്ല. അതിന് നിങ്ങൾ എന്നോട് ഗർവിച്ചിട്ട് കാര്യമില്ല. പ്രശ്നക്കാരൻ കിതാബാണ്. അതുകൊണ്ട് നമ്മൾ പറയും. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് കിതാബ്, ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട് എന്നറിയാത്ത വലിയ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉണ്ട്. ഭൂരിപക്ഷം മുസ്ലിങ്ങളും ആ അർത്ഥത്തിലുള്ളവരാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമില്ലാത്ത ഒരവസ്ഥ വരും. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പോരാളികളുടെ എണ്ണം അല്ല അഫ്ഗാനിന്റെ വിധി നിർണയിച്ചത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവും. അവ എന്തായാലും അത്രയാണെന്ന് പറയാനുള്ളത്.